ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി മമ്മൂട്ടി മോഹൻലാലിനെ ഞങ്ങൾ പിടിവിട്ടിട്ട് വേറൊന്നുകൊണ്ടൊന്നല്ല, അവരെ സംബന്ധിച്ച് പുതിയ വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ പുതിയതെന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് പറയാൻ പോകുമ്പോൾ ഈ പറയുന്ന കാര്യം ഇത് ഞങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞതാണല്ലോ എന്ന് മുൻകൂറായിട്ട് പറഞ്ഞേക്കാം. ശരി തന്നെയാണ്. നിങ്ങളും ഞങ്ങളുമൊക്കെ ആദ്യം കേട്ട വാർത്ത ആഗസ്റ്റ് മാസത്തിൽ തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു മാത്രമല്ല, മമ്മൂട്ടി കമ്പനി, നിർമ്മാണ കമ്പനിയും ആൻ്റണിയുടെ ആശീർവാദ് കമ്പനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത. അങ്ങനൊരു വാർത്തയെക്കുറിച്ച് അന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ലേ, അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം രണ്ടുപേരും പീക്ക് പീരീഡ് തിളങ്ങി നിൽക്കുന്നവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ രണ്ടുപേരും വരുമ്പോൾ രണ്ട് കമ്പനി. മമ്മൂട്ടി കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, മമ്മൂട്ടി ഫാൻസ് ഉണ്ട്. അപ്പോൾ ഫാൻസിനും ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടിയുടെ ഫാൻസിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും മമ്മൂട്ടി സ്വീകരിക്കുമോ എന്ന്. അതില്ല. മമ്മൂട്ടി നല്ല കഥാപാത്രങ്ങളെ, നെഗറ്റീവ് കഥാപാത്രങ്ങളെ ഈ അടുത്ത കാലത്ത് അവതരിപ്പിച്ചതോടൊപ്പം ഫാൻസുകാരെങ്ങനെ ചിന്തിക്കുമെന്ന് നോക്കിയിട്ടല്ല, ഇങ്ങനെയും കൊടുത്താൽ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്ന് പരീക്ഷയാണ്. പ്രേക്ഷകർ സ്വീകരിച്ചു. മോഹൻലാലിനെ സംബന്ധിച്ചും അങ്ങനെ. ഇനിയിപ്പോൾ ഏറ്റവും 100-150 ദിവസം ഓടുന്ന സിനിമ മാത്രമല്ല, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്ത സിനിമ എന്നാലോചിക്കണം. ആ സിനിമ ഒരു പരീക്ഷണ സിനിമയായിട്ടാണ് കണ്ടത്. പലർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടാതിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി, അത് വേറെ കാര്യം. അപ്പോൾ വ്യത്യസ്ത രുചികൾ, ഒരേ ആഹാരത്തിൽ തന്നെ വ്യത്യസ്ത രുചി ഉണ്ടാക്കുക എന്നുള്ളത് നിസ്സാര സംഭവമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നത്. നവംബർ മാസം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും നവംബർ തുടങ്ങുമോ എന്നറിയില്ല, ഡിസംബർ ആയിരിക്കാം, അതല്ലെങ്കിൽ ജനുവരി 1 ഷൂട്ട് ചെയ്യാൻ തുടങ്ങാമെന്നൊക്കെ. അതൊക്കെ അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ട് പേര് ഇപ്പോൾ ഒരുമിക്കാൻ കാരണമെന്നുള്ളതാണത്. കാരണം രണ്ടുപേർക്കും ഇപ്പോൾ ഒരുമിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ഒരുമിക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താ, ആ രണ്ടുപേരുടെയും പടങ്ങളൊക്കെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ രണ്ടുപേരുടെ ഫാൻസ് വരുന്നു, രണ്ടുപേരുടെ ആരാധകർ വരുന്നു, ഇവരെല്ലാം കൂടിച്ചേരും ഒരു മെഗാ സംഭവം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയും. ചർച്ചകൾ നടക്കട്ടെ, ഇതൊന്നുമല്ല കാര്യം. ഇവിടെ നമ്മൾ മുമ്പേ കേട്ടിരുന്നു, സുരേഷ് ഗോപിയെ വെച്ച് മമ്മൂട്ടി കമ്പനി ഒരു സിനിമ ചെയ്യുന്നു. അതായത് സുരേഷ് ഗോപിയും മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രങ്ങളെന്ന് ആലോചിക്കണം. ആ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ വലിയ വിഷയമായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തൊട്ട് മുമ്പ് സുരേഷ് ഗോപി MP ആയിരുന്നു, ഈ കേന്ദ്രമന്ത്രി ആകാൻ പോകുന്ന സ്ഥിതിയായിരുന്നു. കേന്ദ്രമന്ത്രിയായി വന്നു, എറണാകുളത്ത് വന്നു, മമ്മൂട്ടിയെ കണ്ടു, പടം തുടങ്ങാൻ പോകുള്ളൂ എന്നാണ് പറഞ്ഞേ. പടം തുടങ്ങാൻ പോകുന്നു പറയുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ കൊട്ടിമണിച്ചത്. സുരേഷ് ഗോപി അന്ന് വളരെ വലിയ രീതിയിൽ പറഞ്ഞു, ഞാൻ സിനിമ ചെയ്യും, കേന്ദ്രമന്ത്രി പദം എനിക്കൊരു പ്രശ്നമൊന്നുമല്ല എന്നുള്ളത്. പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഒരു സിനിമ വിജയിച്ചാൽ വിജയിച്ചു, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി, പിന്നെ അവിടേക്ക് വേണ്ട. കേന്ദ്രമന്ത്രി പദം അങ്ങനെയല്ല. ഇപ്പം എന്തായാലും 5 വർഷമുള്ളൂ ആലോചിക്കണം. ഈ 5 വർഷത്തേക്ക് സുരേഷ് ഗോപി കേന്ദ്രത്തിലെ മന്ത്രി തന്നെയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വേഗം ഇതായത്. പക്ഷെ അതിലൊരു പരാതി എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് പദവിയാണ് ആഗ്രഹിച്ചത്. അത് കിട്ടാത്തതിൻ്റെ ചില മുറുമുറുപ്പുകളും അസൂയൊക്കെ ഉണ്ടായിരുന്നു. താൻ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചെടുത്താണ് തൃശ്ശൂർ MP. അങ്ങനെ BJPക്ക് പേരുണ്ടാക്കി എനിക്ക് ക്യാബിനറ്റ് പദം തരാത്തത് എന്തുകൊണ്ടാണ് ചർച്ച വന്നു. ഒറ്റ വാചകമുള്ളൂ, സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ചേക്കണം, ഇവിടേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞു. പൊട്ടി. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? വീരവാദമുണ്ടോ? ഒരു വാദവുമില്ല. കാരണം രാഷ്ട്രീയം തന്നെയാണ്, സിനിമ തന്നെയാണ്. അവിടെ ഏത് വേണമെന്ന് തീരുമാനിക്കുമ്പോൾ എന്താ, എൻ്റെ ഓഫീസ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പോകുന്ന എല്ലാ ലൊക്കേഷനിലും കൊണ്ടുനടക്കുന്ന പറഞ്ഞിരുന്നത്. അന്നേ ചിരി തുടങ്ങി നമ്മളത്. കാരണം ഇതിങ്ങനെ കൊണ്ടുനടക്കുക എല്ലാവരും. എവിടേക്കാണ് പോകുന്നത്? ഷൂട്ടിങ്ങിന്. എവിടെയാണെന്ന് മലയില ഷൂട്ടിങ്. ആ മലയിൽ അവിടെ മന്ത്രിയുടെ ഓഫീസ്. ഇങ്ങനെ പറയും. ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു, അഭിനയിക്കരുത്. അതിപ്പോൾ ശരി. അതിൻ്റെ പേരിൽ ഇപ്പോൾ മമ്മൂട്ടി പടത്തിൽ നിന്ന് തൽക്കാലം സുരേഷ് ഗോപി പിന്മാറി.
പിന്നീട് എപ്പോഴെങ്കിലും അഭിനയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്ന് പറയുമ്പോൾ ഈ സുരേഷ് ഗോപിയെ ആവശ്യമില്ലാത്തൊരു സമയത്ത് ആരെങ്കിലും വിളിക്കുമോ? അപ്പോൾ ആ കാര്യം പോട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രണ്ട് പേരെ എല്ലാവരും ഒരുമിപ്പിച്ചോ. ആൻ്റണി പെരുമ്പാവൂരടക്കം മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. അതായത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദും ചേർന്ന് സിനിമ നിർമ്മിക്കുന്നു. ഈ രണ്ട് കമ്പനിയിലെയും കപ്പിത്താന്മാരെന്ന് തന്നെ പറയാമല്ലോ, ക്യാപ്റ്റന്മാരെന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടിയും മോഹൻലാലും സെൻട്രൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സെൻട്രൽ കഥാപാത്രങ്ങൾ വരയ്ക്കുമ്പോൾ വേറെയും ഉണ്ട് മിടുക്കന്മാർ. ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവരുണ്ടെന്ന് ആലോചിക്കണം. ഈ താരനിരയ്ക്ക് ഒരു കുറവൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അഭിനയിക്കാവുന്ന ആൾക്കാർ തന്നെയാണത്. ഇപ്പോൾ ഫഹദ് ഫാസിൽ ഇപ്പോൾ ഇന്ന് നമുക്ക് എടുത്തു പറയാവുന്ന മലയാളികൾക്ക് അഭിമാനമായ ബഹുഭാഷകളിൽ മിടുക്കനായ ഒരു നടനാണെന്ന് ആലോചിക്കാം. നമ്മൾ അവരഭിനയം മാത്രം നോക്കിയാൽ വേറൊന്നും നോക്കണ്ട അല്ലേ? അപ്പം അതിൽ ഏത് റോളും, വില്ലൻ വേഷമാണ് ദാ പിടിച്ചോ, നായക വേഷമാണ് ദാ പിടിച്ചോ, ഏത് വേഷവും ചെയ്ത് കയ്യടി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഫഹദ് ഫാസിൽ എന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും കുഞ്ചാക്കോ ബോബൻ ചോക്ലേറ്റ് കുഞ്ചാക്കോ ബോബൻ അല്ലെന്നിപ്പോൾ. കുഞ്ചാക്കോ ബോബൻ്റെ ഇറങ്ങുന്ന പല പടങ്ങളും കണ്ടു നോക്കൂ. ആ പയ്യൻ അഭിനയം പഠിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ മൊത്തം താരനിര ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഈ രണ്ട് കമ്പനികളും ഒരുമിക്കുമ്പോൾ ഈ രണ്ട് പേരും നായകന്മാരാകുമ്പോൾ അവരുടെ രണ്ട് നായകന്മാരായ മക്കളുണ്ട്, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മക്കൾ. അവരിതിലില്ലേ? എന്താണ് കാരണം എന്ന് ചോദിക്കേണ്ടായിരിക്കാം. അതൊക്കെ അവർ തീരുമാനിക്കണം. ഇല്ല എന്നും പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ പരാതി ഉണ്ടായിരിക്കാം. രണ്ട് അച്ഛന്മാർ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ മക്കളെയും കൂടി കുത്തിച്ചെലുത്തി എന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ടായിരിക്കാം പിന്നെ ക്ലൈമാക്സിൻ്റെ കാര്യങ്ങളോ രഹസ്യങ്ങളുടെ കാര്യങ്ങളോ ഒന്നും അവർ പുറത്തുവിട്ടില്ല. അങ്ങനെ ഈ സിനിമയിൽ തുടക്കം വയ്ക്കിരിക്കുന്നു. ഫാൻസുകാർ ആഗ്രഹിക്കുന്നത് എന്താ? ഇതൊരു 2020 കവച്ച് വയ്ക്കുന്ന സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് വെറുതെ 2020 ഒന്നേ ഉള്ളൂ. ആ 2020 ഇനി ആവർത്തിക്കാനും പറ്റില്ല, ഇനി രണ്ടാം ഭാഗവും പറ്റില്ല. കാരണം ഇത്രയും കഥാപാത്രങ്ങളെ നോക്കുക, കൊച്ചു കഥാപാത്രങ്ങൾക്ക് പോലും വ്യക്തിത്വം ഉണ്ടായിക്കൊണ്ട് ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ ആ സിനിമ, ഞാൻ ലോജിക്കൊന്നും പറയില്ല, ലോജിക്കിലേക്കും പോകുന്നില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ സിനിമ കാണാം. അങ്ങനെ അതിമനോഹരമായി എടുക്കാൻ കഴിഞ്ഞു. അതിന് തൻ്റെ ഇടം കാണിച്ച് ദിലീപാണെന്ന് ആലോചിക്കണം, അതിന് ഡയറക്ടറായിട്ട് ജോഷിയാണെന്ന് ആലോചിക്കണം. അത്രയൊക്കെ റിസ്ക് അവരെടുത്തുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയ്ക്ക് ഒപ്പം മോഹൻലാൽ വേഷം, മമ്മൂട്ടി വേഷം, ജയറാമിന് വേഷം, ഇങ്ങനെ ബിജു കെ മേനോന് വേഷം, ഇങ്ങനെ പല വേഷങ്ങളുണ്ട്, ദിലീപിന് വേഷം. ഇവർ രണ്ടുപേരും മാത്രമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേയും കൂടി ഉഷാറാവില്ലേ 2020? ഇല്ല, അങ്ങനെയല്ല തോന്നുന്നത്. കാരണം ഇതിൻ്റെ രചനയും സംവിധാനവും നിർമ്മിക്കും മഹേഷ് നാരായണനുള്ള സംവിധായകനാണ്. മഹേഷ് നല്ല സംവിധാനമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ചില ആൾക്കാർ, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ട് ആക്ഷൻ സിനിമ ചെയ്യാൻ പറ്റുമോ? അരവിന്ദനെ കൊണ്ട് ആക്ഷൻ സിനിമ ചെയ്യാൻ പറ്റുമോ? എന്തിന് നമ്മൾ ഷാജീൻകാരനെ കൊണ്ട് ആക്ഷൻ സിനിമ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരൊക്കെ നല്ല ഡയറക്ടേഴ്സാണ്, അവർ ഡയറക്ടേഴ്സൊക്കെ ശരിയാണത്. അപ്പോൾ അവർക്ക് പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മഹേഷ് നാരായണൻ്റെ കാര്യം. മഹേഷ് നാരായണൻ്റെ സിനിമ നമ്മൾ നോക്കുക, ടേക്ക് ഓഫ്. ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ച ടേക്ക് ഓഫ് കണ്ടിട്ടുണ്ടല്ലോ, ഉയരെ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ മാലിക് കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് അയാളുടെ സ്റ്റൈൽ എന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈലായപ്പോൾ ഈ സിനിമ എങ്ങനെയായിരിക്കും? നമുക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചാൽ അത് മുഴുവൻ ശരിയാവണമെന്നില്ല കേട്ടോ. എന്നാലും പറഞ്ഞു കേൾക്കുന്ന ഇങ്ങനെയാണ്, ചിലപ്പോൾ ശരിയാവാം. ഇവർ മുമ്പ് ലൊക്കേഷൻ കാണാൻ പോയിരുന്നു ഇവിടെ. അതായത് ലണ്ടൻ, പിന്നെ കൊച്ചിയുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, പിന്നെ ശ്രീലങ്കയുണ്ട്. ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ പറയുന്നത്. അപ്പോൾ ലണ്ടൻ്റെ ഒരു മുമ്പ് ഇവിടെ ആൻഡോ ജോസഫ് അടക്കം മുമ്പ് ഇവിടെ ലൊക്കേഷൻ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ ശ്രീലങ്കയാണ് മെയിൻ പശ്ചാത്തലം കാണുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, ഈ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം ഒരു രീതിയിൽ പോകുന്നു. അതല്ല, പുലി പ്രഭാകരൻ്റെ കൊലപാതകവുമായിട്ടുള്ള ആ രീതിയിലാണ് പോകുന്നത്. ഈ രണ്ട് രീതിയിൽ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ കഥാതന്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേറെയും പറയാൻ കാരണം, ഇപ്പോൾ ഈ മഹേഷ് നാരായണൻ ഈ MTയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായില്ലോ, അപ്പോൾ 10 സിനിമയൊരു സിനിമ. അപ്പോൾ അതിലെന്തെങ്കിലും ആണോ എന്ന് വെച്ചാൽ അതല്ല. അപ്പോൾ വേറെ രാഷ്ട്രീയം എന്ന് പറയാൻ വെച്ചാൽ ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാവുന്ന കടുകണ്ണാവാന്നൊരു കഥയുണ്ട് ആലോചിക്കണം. അത് ചെയ്തത് ഇദ്ദേഹമൊന്നുമല്ല. പക്ഷെ ആ കടുകണ്ണാവയുടെ പശ്ചാത്തലത്തിൽ MT എഴുതിയല്ല, അല്ലാത്തൊരു പശ്ചാത്തലത്തിൽ, ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ ശരിക്ക് ഒരു സിനിമയാണ് ചെയ്യാൻ പോണു എന്ന് കേൾക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ആക്ഷൻ കൂടുതൽ
ഇല്ല എന്നറിയുമ്പോൾ തന്നെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുള്ള എല്ലാ നുണുക്ക് വിദ്യകളും ഇതിലുണ്ടെന്ന് ആലോചിക്കണം. അത് ക്ലീൻ പടം തന്നെയാണ്. മഹേഷ് നാരായണൻ്റെ സിനിമകൾ ആരും ബോറടിച്ചിട്ടില്ല, എല്ലാവരും കണ്ടിരിക്കുന്നു. ടേക്ക് ഓഫ് ഉയരൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം വേണേൽ കാണാം എന്നാലോചിക്കണം. ചില രാജ്യങ്ങൾ തന്നെ സെറ്റിട്ട് ചെയ്തിരിക്കുക എന്നാലോചിക്കണതിരിക്കുക, നമുക്ക് അറിയാത്തതില്ല. ഇപ്പോൾ ടേക്ക് ഓഫ് തന്നെ കാണുമ്പോൾ ഇത് ഏത് രാജ്യത്ത് ഷൂട്ട് ചെയ്യാണ് നമ്മൾ വിചാരിക്കും. ഏത് രാജ്യത്ത് ഷൂട്ട് ചെയ്ത പടമൊന്നുമല്ല. അങ്ങനെ മിടുമിടുക്കനായ സംവിധാനമാണ് ആലോചിക്കണം. ആ മിടുമിടുക്കനായ സംവിധായകൻ ഈ സിംഹങ്ങളെയും, നമ്മൾ അങ്ങനെ പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും 2 സിംഹങ്ങളെയും ഒരുമിച്ച് അവരോടൊപ്പം തന്നെ മറ്റു 2 സിംഹങ്ങളായി വരുന്ന ഫഹദ് ഫാസിനെയും അടക്കമുള്ളവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണത്. അത് സസ്പെൻസായി നിലനിർത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ സസ്പെൻസ് തന്നെയാണ് ഈ സിനിമയുടെ അവസാനം വരെയുള്ള വിജയമെന്നാണ് പറയുന്നത്. ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കുന്നു, നല്ല സിനിമയായിരിക്കും. അത് മുൻകൂട്ടി പറയാം, അത് ഗ്യാരണ്ടി തന്നെ.